Hi viewers, welcome to my channel Pursue Physics. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പ്ലസ് 2 ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനുശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങളുടെ മൊബൈലിൽ യഥാസമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിലെ പ്രധാനപ്പെട്ട കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്, കൂളംസ് ലോ, ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്, electric field lines and electric flux. Basic properties of electric charges. Electric charges ന്റെ basic properties ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പോയിന്റ് ചാർജസ് ആണ്. എന്താണ് പോയിന്റ് ചാർജസ്? On comparing with the intermediate distance of the charge carrying bodies, the size of the charge carrying body is very negligible. അങ്ങനെയുള്ള ചാർജ് ക്യാരിങ് ബോഡീസിനെ നമ്മൾ പോയിന്റ് ചാർജസ് എന്ന് വിളിക്കും. അതായത് ആ ബോഡിയുടെ ഹോൾ ചാർജ് സ്പേസിൽ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെയാണ് പോയിന്റ് ചാർജസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ചാർജിന്റെ ബേസിക് എക്സ്പ്രഷനിലേക്ക് പോവാം. Total charge Q is equal to current I into time T. ഇനി ചാർജിന്റെ യൂണിറ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കറന്റിന്റെ യൂണിറ്റ് ആംപിയർ ആൻഡ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ആംപിയർ സെക്കൻഡ് ഇതിനെ നമ്മൾ കൂളം എന്നാണ് വിളിക്കുന്നത്. ആൻഡ് C is the method we denote coulomb. First property, additivity of electric charges. For this, we consider a body having point charges Q1, Q2, etc. Qn. ഈ ഒരു ബോഡിയിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ പോയിന്റ് ചാർജസിന്റെ സം ആയിരിക്കും. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ടോട്ടൽ ചാർജ് Q is equal to Q1 plus Q2 plus Q3 plus etc. plus Qn. ഇനി സമ്മേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സിഗ്മ ഐ ക്യു ഐ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ let us consider Q1 equal to 1 coulomb, Q2 equal to minus 2 coulomb, Q3 equal to 3 coulomb, Q4 equal to minus 4 coulomb. ഇനി ഇതിന്റെ ടോട്ടൽ ചാർജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ചാർജ് Q is equal to 1 plus minus 2 plus 3 plus minus 4. That is minus 2 coulomb. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ്. അതായത് ടോട്ടൽ ചാർജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ പോയിന്റ് ചാർജസിന്റെയും ചാർജ് തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The second property is conservation of electric charges. That is, the total charge of an isolated system is always conserved. അതായത് we can say that we can neither create nor destroy the electric charge. We can only transfer the charge from one body to another body. നമുക്ക് ചാർജിനെ പുതുതായിട്ട് ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. നമുക്ക് അതിനെ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. And the third property is quantization of electric charges. That is, we can write the total charge of a system is an integral multiple of basic electric charge. That is, Q is equal to Ne, where N is any integer and is the basic unit charge. That is, E is equal to 1.6 into 10 raised to minus 90 coulomb.
and N can take both positive or negative values. We can assume values for N. N may be plus or minus 1, plus or minus 2, etc. Therefore, charge Q can be written as plus 2 coulomb or minus 2 coulomb for the system. Let's start with the Coulomb's law. Coulomb's law എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ പറയുന്ന ഒരു ലോ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ രണ്ട് പോയിന്റ് ചാർജസ് കൺസിഡർ ചെയ്യാം, Q1 ആൻഡ് Q2. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. കൂളംബ്സ് ലോ പറയുന്നത് പ്രകാരം ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് F എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റ് ചാർജസിന്റെയും ചാർജിന്റെ പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് നമുക്ക് ഇക്വാലിറ്റിക്ക് പകരം പ്രൊപ്പോർഷണാലിറ്റി ചേർക്കാം. പ്രൊപ്പോർഷണൽ ടു Q1 and Q2, and also this force is inversely proportional to the intermediate distance between these two charges. Let's assume the intermediate distance be smaller. Therefore, the force F is directly proportional to Q1 and Q2 and inversely proportional to square of the intermediate distance between them. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് അതിനെ ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് ഇവിടെ ചേർക്കാൻ വേണ്ടി പറ്റും. കോൺസ്റ്റന്റ് K ആണ് എടുക്കുന്നത്. അപ്പോൾ F is equal to K Q1 Q2 by R square എന്ന് കിട്ടും. ഇവിടെ K യുടെ വാല്യൂ K is equal to 1 by 4 pi epsilon 0 ആണ്. ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 9 into 10 raised to 9. ഇവിടെ ഈ epsilon 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിന്റെ വാല്യൂ 8.845 into 10 raised to minus 12 Newton inverse coulomb square meter raised to minus 2 ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ കൂളം ഫോഴ്സിന്റെ സ്കാലർ റെപ്രസെന്റേഷൻ ആണ്. ഇനി വെക്റ്റർ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് രണ്ട് പോയിന്റ് ചാർജസ് കൺസിഡർ ചെയ്യുക, Q1 ആൻഡ് Q2. O എന്നുള്ള ഒരു തേർഡ് പോയിന്റിൽ നിന്ന് ഈ Q1 R1 ഡിസ്റ്റൻസിലും Q2 R2 ഡിസ്റ്റൻസിലുമാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇനി ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് R21 എന്ന് പറയുന്നത് R2 മൈനസ് R1 ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും R12 എന്ന് പറയുന്നതും R12 എന്ന് പറയുന്നത് R1 മൈനസ് R2 ആയിരിക്കും. ദാറ്റ് ഈസ് മൈനസ് ഓഫ് R21 ആയിരിക്കും. അപ്പോൾ ഇവ തമ്മിലുള്ള ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുമെന്ന് നോക്കാം. Force on Q1 due to Q2 can be written as F12 vector equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R12 square and R12 unit vector. Similarly, force on charge Q2 due to Q1 is F21 equal to 1 by 4 pi epsilon 0 Q1 Q2 by R21 whole square unit vector R21 cap. Since R12 equal to minus of R21, we can write it as F
F21 equal to minus of F12. That is Newton's third law എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് നടക്കുന്നത്. അതായത് Coulomb's law satisfies Newton's third law. Next, force between multiple charges. അപ്പോൾ നമ്മൾ Coulomb's law വെച്ചിട്ട് രണ്ട് പോയിന്റ് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് പറഞ്ഞു. ഇനി രണ്ടല്ല ഒരുപാട് ചാർജസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യാം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇവിടെ നമ്മൾ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിന്റെയും വെക്റ്റർ സമ്മാണ് എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ചാർജസ് ആണ് കൺസിഡർ ചെയ്യാം. ഇവിടെ Q1, Q2, Q3 എക്സെട്ര Qn നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ Q1ന്റെ മുകളിൽ Q2 എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും, Q3 എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും. അതുപോലെ ഈ n നമ്പർ ഓഫ് ചാർജസ് ഇതിന് മുകളിലേക്ക് ഫോഴ്സ് എക്സെർട്ട് ചെയ്യും. അപ്പോൾ Q1 എന്നുള്ള ചാർജിന്റെ മുകളിലെ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓരോ ചാർജും എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വെക്റ്റർ സം എടുക്കണം. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ force on charge Q1 represented by F1 is equal to F12, that is charge Q1 ന് മുകളിൽ Q2 എന്ന ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ്, അതാണ് F12. ഇനി Q3 എന്ന ചാർജ് കൊണ്ട് Q1 ന് മുകളിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്തായിരിക്കും? F13 etc plus F1n. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതാമെന്ന് നോക്കാം. F12 is equal to 1 by 4 pi epsilon 0 Q1 Q2 by R12 square R12 cap plus 1 by 4 pi epsilon 0 Q1 Q3 divided by R13 into R13 square into R13 cap plus etc plus 1 by 4 pi epsilon 0 Q1 Qn by R1n square into R1n cap. ഇനി സമ്മേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ലെങ്തി ആയിട്ടുള്ള എക്സ്പ്രഷനെ ഷോർട്ട് ആക്കിയിട്ട് എഴുതാം. അതിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ളതൊക്കെ പുറത്തേക്ക് എടുക്കാം. അതായത് Q1 by 4 pi epsilon 0 summation over I is equal to 2 to n. Therefore, Qi divided by R1i square into R1i cap. This is the total force on the charge Q1. അപ്പോൾ ഇങ്ങനെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ചാർജസ് ഉള്ള ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫോഴ്സ് എഴുതുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ Q പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും ഉള്ള ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പോയിന്റിൽ തന്നെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഒരു +Q അതായത് ടെസ്റ്റ് ചാർജ് എന്ന് പറയും അതിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് മുകളിൽ ഈ Q ആക്ട് ചെയ്യിക്കുന്ന ഫോഴ്സ് അതാണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കാം. E is equal to 1 by 4 pi epsilon 0 Q by R square RK. ഇനി നമുക്ക് കൂളം
ലോയിൽ നിന്നും ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടി. അതെന്താണ്? 1/4πε0 q small q r square into r cap അല്ലേ? അതായത് ഇത് രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ആണ്, ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ. ഇനി ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫോഴ്സിന്റെ എക്സ്പ്രഷനെ ഈ ഒരു ക്യൂ എന്ന ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും E is equal to F by Q. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. ഇനി നമ്മൾ ഒരു പോസിറ്റീവ് ചാർജിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഡൈവേർജിങ് ആയിരിക്കും, റേഡിയലി ഔട്ട്വേർഡ് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇനി അതേസമയം നമ്മളൊരു നെഗറ്റീവ് ചാർജാണ് എടുക്കുന്നതെങ്കിൽ അത് കൺവേർജ് ചെയ്ത് വരികയാണ്, അതായത് റേഡിയലി ഇൻവേർഡ് ആയിരിക്കും. ഇനി നമുക്ക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ എടുത്തതുപോലെ ഒരു സിസ്റ്റം ഓഫ് ചാർജസ് കൺസിഡർ ചെയ്യാം. Q1, Q2 എക്സെട്ര Qn എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് Q1 എന്ന ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ട് E1 is equal to 1/4πε0 Q1 by R. ഇനി നമ്മളിവിടെ ഒരു പോയിന്റ് P എന്നുള്ള പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫീൽഡ് കാണുന്നതെങ്കിൽ R1P square into R1P cap. Similarly, E2 is equal to 1/4πε0 Q2 by R2P square into R2P cap. അങ്ങനെ ഇങ്ങനെ ഓരോന്നിൻ്റെയും ഫീൽഡ് കണ്ടതിന് ശേഷം നമ്മളത് ആഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് En. അപ്പോൾ ടോട്ടൽ ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ചാർജിൻ്റെയും ഫീൽഡ് കണ്ടിട്ട് അതിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ 1/4πε0 Q1 by R1P square R1P cap plus etc plus 1/4πε0 Qn divided by RnP square RnP cap എന്നതാണ്. ഇനി ഇതിനെ സമ്മേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും നോക്കാം. അപ്പോൾ 1/4πε0 summation I equal to 1 to n Qi divided by RIP square RIP cap. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ബൈ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അതിലേക്ക് കിടക്കാം. Electric field lines start from positive charge and end at negative charge. That is, it is starting from positive charge and it end at negative charge. ഇങ്ങനെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് കാണാൻ വേണ്ടി പറ്റും.
നേരത്തെ ഞാൻ പറഞ്ഞു പോസിറ്റീവ് ചാർജിൽ ഫീൽഡ് ലൈൻസ് ഡൈവേർജ് ചെയ്തു പോകുന്നു ആൻഡ് നെഗറ്റീവ് ചാർജിൽ അത് കൺവേർജ് ചെയ്ത് വരുന്നു. ഇനി രണ്ടാമത്, ഇൻ എ ചാർജ് ഫ്രീ റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് കർവ്സ് വിത്തൗട്ട് എനി ബ്രേക്സ്. അതായത് ചാർജ് ഇല്ലാത്തൊരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കർവായിട്ട് തുടരും. ഇനി മൂന്നാമത്തെ പോയിന്റ്, ടു ഫീൽഡ് ലൈൻസ് കാനോട്ട് ക്രോസ് ഈച്ച് അതർ. അതായത് നമ്മളിപ്പോൾ ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എടുത്താൽ ഒരിക്കലും അതിൻ്റെ രണ്ട് ഫീൽഡ് ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അടുത്ത പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്സ്. ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യുന്നില്ല, അത് ഒരു കർവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ്, ടാൻജന്റ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഗിവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ ഏതൊരു പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരച്ചാലും നമുക്ക് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാനോട്ട് ക്രോസ് ഈച്ച് അതർ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൂടി പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പറാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയാണ്, ഇതിൽ കൂടി എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു എന്നതിന്റെ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ ഈ ഇലക്ട്രിക് ഫ്ലക്സ് ഉപയോഗിച്ചിട്ട് കാണുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇത് ഫ്ലക്സ് കാണാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ബോഡിയുടെ ഫ്ലക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ചെറിയ ചെറിയ എലമെന്റൽ ഏരിയ ആയിട്ട് എടുക്കും. ഓരോന്നിന്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ എലമെന്റൽ ഏരിയയെ ഡെൽറ്റ എസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ ഡെൽറ്റ എസ് കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സിനെ നമ്മൾ എലമെന്റൽ ഫ്ലക്സ് ഡെൽറ്റ ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ് ആണ്. ഇനിയിപ്പോ ടോട്ടൽ ഫ്ലക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓരോ എലമെന്റൽ ഫ്ലക്സിനെയും ആഡ് ചെയ്യും. എന്നിട്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കിട്ടും. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്നൊരു എക്സ്പ്രഷനാണ് കിട്ടുക. ഇനി ഈ ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ കൂളം ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ കൂളം ആണ്. അതേസമയം ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ കൂളം ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുക. സോ താങ്ക് യു.